അച്ചൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നലെ വൈകിട്ട് ഉടുപ്പിയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലൊക്കെ തൊഴുതു. ഇപ്പം രാവിലെ നമ്മളെല്ലാവരും കുളിച്ച് ഫ്രഷായി മൂകാംബികയിലേക്ക് പോവുകയാണ്. ഉടുപ്പിയിൽ നിന്ന് മൂകാംബിക എന്ന് പറഞ്ഞാൽ ഒരു 70, 75, 80 അത്രത്തോളം കിലോമീറ്റർ ദൂരം ഉണ്ട്. ഞങ്ങളിവിടുന്ന് നേരെ മൂകാംബികയിൽ ചെന്ന് തൊഴുതിട്ട് റൂം എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി അവിടെ എത്തുമ്പോൾ എങ്ങനെയാണ് എന്നൊക്കെ നമ്മളെ ടൈമും കാര്യങ്ങളൊക്കെ നോക്കി അതിനനുസരിച്ച് ചെയ്യാം. നമ്മൾ ഉടുപ്പിയിൽ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഹോട്ടലിലായിരുന്നു റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. ടൗണിൽ തന്നെയായിരുന്നു. ഇവിടെ ഉടുപ്പിയിൽ ടൗണിൽ ഒത്തിരി പൂക്കടകളുണ്ട് കേട്ടോ. പൂവിൻ്റെ മാർക്കറ്റിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ മുല്ലപ്പൂ ഇവിടെ കിട്ടുന്നില്ല. പക്ഷേ നമ്മളെ നാട്ടിൽ മുല്ലപ്പൂ കുറേ വിട്ടാണ് കോർക്കുന്നതെങ്കിൽ ഇവിടെ നല്ല അടുക്കടുക്കായിട്ടാട്ടോ മുല്ലപ്പൂ കോർക്കുന്നത്. വേറെ ടൈപ്പ് ഒരു മുല്ലയാട്ടോ ഉള്ളത്, കുറച്ച് നീളത്തിലായിട്ട്. പക്ഷെ അത് വിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്മെല്ലാട്ടോ. പിന്നെ കനകാംബരം ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ യാത്ര മൂകാംബികയിലേക്ക് തിരിക്കുകയാണ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങാമെന്ന് കരുതി. ഞങ്ങൾ തലേന്ന് കഴിച്ച ത്രിവേണി ഹോട്ടലിൽ തന്നെയാണ് രാവിലെയും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. നല്ല ഫുഡാട്ടോ ഇവിടെ ഉള്ളത്. മസാല ദോശയൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ കട്ട വെയിറ്റിങ്ങിൽ നിൽക്കുകയാണ്. അപ്പം മസാല ദോശയും എല്ലാം കഴിച്ച് ഒന്ന് വിശപ്പൊക്കെ ഒന്ന് അടക്കിയിട്ട് നമുക്ക് പോകാമെന്ന് കരുതി. പിന്നെ പോകുന്ന വഴിയിലൊക്കെ എങ്ങനെയാണ് ഫുഡ് കാര്യങ്ങളൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ മസാല ദോശയൊക്കെ എത്തി. അതെല്ലാം എല്ലാവരും കഴിച്ചു. ചിറ്റപ്പം പൂരി മസാലയുടെ ആളാണ്. പൂരി മസാല കഴിച്ചു. ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. അങ്ങനെ മൂകാംബിക അടുക്കാനാവുന്നു. അപ്പോൾ കുറച്ച് ദൂരം നമ്മൾ ഫോറസ്റ്റിലൂടെയാണ് പോകുന്നത്. ഇവിടെ കുറേ കുരങ്ങന്മാരുണ്ട്. പോകുന്ന വഴിയിലൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. പുലിയുടേതും ഒക്കെ ആയിട്ട് കുറേ ബോർഡുകളൊക്കെ ഉണ്ട്. പാറു കൺമണിയൊക്കെ ഒന്ന് ഇങ്ങനെ പുലി വരുമോ എന്നൊക്കെ പേടിച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ. പക്ഷേ നല്ല യാത്രയാണ്. അങ്ങനെ പേടിക്കാനുള്ള കാടുകളൊന്നുമല്ല. എപ്പോഴും വാഹനം ഓടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം അതൊന്നും പേടിക്കാനൊന്നുമില്ല കേട്ടോ. അങ്ങനെ മൂകാംബികയുടെ എൻട്രൻസ് ഗോപുരം എത്തി. ആനന്ദമേ സർവാനന്ദമേ, ആ പാട്ടാട്ടോ എനിക്കിവിടെ എത്തിയപ്പോൾ ഓർമ്മ വന്നത്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് കുറേ നല്ല തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ ആദ്യം റൂം എടുത്തിട്ട് പോകാമെന്ന്. ഞങ്ങളിവിടെ പുരാണിക് റെസിഡൻസി എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് റൂം എടുത്തത്. ഇവിടുന്ന് നോക്കിയാൽ തന്നെ അമ്പലം കാണാം. തൊട്ടടുത്താട്ടോ ഞങ്ങൾ റൂം എടുത്തിട്ടുള്ളത്. അപ്പോൾ രാവിലെ ഞങ്ങൾ റൂം എടുത്ത് സാധനങ്ങളൊക്കെ റൂമിലേക്ക് വെച്ച ഉടനെ തന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകുകയാണ് കേട്ടോ. കാരണം വേഗം തൊഴാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ അത്. അപ്പം ഞാൻ വന്ന് 10-11 വർഷം മുന്നേ വന്നതാട്ടോ. ഒത്തിരി മാറ്റങ്ങളായി. ആ എൻട്രൻസ് ഭാഗത്തൊക്കെ കുറേ മാറ്റങ്ങളായി. അങ്ങനെ ഇതാ നമ്മൾ മൂകാംബിക അമ്പലത്തിൽ എത്തി. രാവിലെ ഞങ്ങൾ തൊഴുതിറങ്ങിയിട്ട് അവിടെ തന്നെയുള്ള അന്നദാനം ഉണ്ട്. ഉച്ചയായല്ലോ, അപ്പം അവിടെ തന്നെ അന്നദാനം ഉണ്ടെന്ന് കണ്ടു. അപ്പോൾ ഫുഡും കൂടെ കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ ഇവിടുന്ന് ഇതാ പ്ലേറ്റിൽ ചോറും പിന്നെ എന്തോ ഒരു കറി ഉണ്ട്. പിന്നെ ഒരു സൈഡിൽ ഇങ്ങനെ ചെറിയൊരു കറി എന്തോ ഒന്നുണ്ട്. പിന്നെ നല്ല സാമ്പാറും. നമ്മളവിടുത്തെ സാമ്പാറിൻ്റെ ടേസ്റ്റ് ഒന്നുമല്ല കേട്ടോ. പക്ഷേ എങ്കിൽ പോലും നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കുറേ പേർക്ക് നിലത്തിരുന്ന് കഴിക്കാൻ പറ്റാത്തവർക്കുണ്ടെങ്കിൽ ഇതേമാതിരി ബെഞ്ച് അങ്ങനെ അധികം ഇല്ല, കുറച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഈ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്ലേറ്റ് തന്നെ നമുക്ക് മോരും ഉണ്ട്. പിന്നെ അതും കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പായസം ഉണ്ട് കേട്ടോ. അത് എന്തിൻ്റെ പായസമാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഒരു പരിപ്പ് പോലെ തോന്നുന്ന ഒരു കടലപ്പരിപ്പ് പോലെ അതാ കണ്ടില്ലേ, ഇതുപോലത്തെ ഒരു പായസമാണ് കേട്ടോ. നിങ്ങളെണ്ടും കൂടി ഇടയ്ക്ക് ഇങ്ങനെ ഒരു കൗണ്ടറൊക്കെ അടിക്കും. അതല്ല ചിറ്റപ്പനെ ഇനി അങ്ങോട്ട് പൈസ ആവണേ നശിതി ചോദിച്ചാട്ടോ. അപ്പം ഞങ്ങൾ തിരക്കൊന്നുമില്ല. ഇത് കണ്ടോ, നല്ല തിരക്കുള്ള സമയമാണ്. ഇവിടെയൊക്കെ ക്യൂ ആയിരിക്കും കേട്ടോ. അപ്പോൾ വെക്കേഷനൊന്നും അല്ലാത്ത സമയമായതുകൊണ്ട് ഞങ്ങൾ 3-4 വട്ടം തൊഴുതു. മനസ്സ് നിറച്ച് തൊഴാൻ പറ്റിയിട്ട് അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇനി റൂമിൽ പോയിട്ടൊന്ന് കുറച്ച് റെസ്റ്റ് എടുക്കണം. എന്നിട്ട് വൈകിട്ട് വീണ്ടും തൊഴാൻ വരണം. അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്നൊക്കെ ഫ്രഷായി വൈകിട്ട് വീണ്ടും അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് പോവുക കേട്ടോ.
അപ്പം ഞങ്ങൾ പുറത്തുനിന്ന് ഒരു ദേവിയുടെ ഫോട്ടോ വാങ്ങിച്ചിട്ടുണ്ട്. അതിവിടെ അമ്പലത്തിൻ്റെ അകത്ത് കൊടുത്താൽ നമുക്ക് ദേവീൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ച് പൂജിച്ച് നമുക്ക് തരും. അതിന് 300 രൂപ നമ്പൂതിരിക്ക് ദക്ഷിണയായിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കത് പൂജിച്ച് പ്രസാദമായിട്ട് തിരിച്ച് കിട്ടിയ സമയത്ത് അതിൻ്റെ കൂടെ ദേവിയുടെ കയ്യിലിട്ടിരുന്ന കുപ്പിവളയും കൂടെ പ്രസാദമായിട്ട് തന്നു. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ ഞങ്ങൾ നെയ്വിളക്കൊക്കെ കത്തിച്ചു. ഇത് സ്വർണ്ണ രഥം കേട്ടോ കാണുന്നത്. പിന്നെ ഇനി ഈ വിളക്കുകളൊക്കെ കത്തിക്കും. അതെല്ലാം തെളിയിച്ച് കഴിഞ്ഞാൽ ദേവീനെ പുറത്തൂടെ ഒരു പ്രദക്ഷിണം വെക്കലും ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് അതേമാതിരി നിങ്ങൾക്ക് പുറത്തുനിന്ന് കുപ്പിവള വാങ്ങിച്ചിട്ട് അകത്ത് കൊടുത്ത് പൂജിക്കണമെങ്കിൽ അങ്ങനെയും പൂജിച്ച് തരും കേട്ടോ. എനിക്കിനി കുറച്ച് വള അങ്ങനെ പൂജിച്ച് വാങ്ങണം എന്നുണ്ട്. പിന്നെ നമുക്ക് സാരിയോ എന്ത് വേണമെന്നാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് വെച്ച അമ്മയുടെ നടക്കൽ വെച്ച് അത് കയ്യിലേക്ക് നമുക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിർവൃതി, അത് ആ ഒരു എന്താ പറയുക, അത് എത്ര പറഞ്ഞാൽ അത് ആ മൂകാംബിക ആ അമ്പലക്ഷേത്ര പരിസരത്ത് നിന്ന് നമുക്ക് കിട്ടുന്നൊരു പോസിറ്റീവ് ഫീലുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ വയ്യ. തൊഴുതാലും കൊതി തീരൂല എന്ന് പറയും. എനിക്ക് ഇങ്ങനെ ഒരു ഫീൽ ഉണ്ടാവും എപ്പോഴും ഗുരുവായൂർ പോയാലോ കേട്ടോ. എത്ര തൊഴുതിറങ്ങിയാലും എനിക്ക് ഗുരുവായൂരപ്പനെ കണ്ടാൽ എനിക്ക് കൊതിയോ തീരൂല. വീണ്ടും തൊഴണം തോന്നും. ആ ഒരു ഫീൽ എനിക്ക് ഇവിടെ വന്നപ്പോഴും ഉണ്ടായി. അപ്പോൾ വിളക്കൊക്കെ തെളിയിച്ചിട്ടുണ്ട്. നല്ല ഭംഗി. എത്ര ഉയരത്തിൽ കയറിയിട്ട് ആ വിളക്കൊക്കെ തെളിയിക്കുന്നതെന്ന് കാണുന്നുണ്ടല്ലോ എല്ലാവരും അല്ലേ. അങ്ങനെ അമ്പലത്തിൽ നിന്നെല്ലാം തൊഴുതിറങ്ങി രാത്രിയായി. ഞങ്ങൾ ഫുഡ് കൂടെ കഴിച്ചിട്ട് ഇനി ഹോട്ടലിലേക്ക് കയറാമെന്ന്. അങ്ങനെ ചപ്പാത്തിയും കോളിഫ്ലവറിൻ്റെ കറിയും വാങ്ങിച്ചു. പിന്നെന്താ ഒരു കടലക്കറി പോലത്തെ അതും വാങ്ങിച്ചു കേട്ടോ. ഇവിടുത്തെ മഹാലക്ഷ്മി ഹോട്ടലാണ്. അടിപൊളി ഫുഡ് കേട്ടോ, ഒന്നും പറയാതിരിക്കാൻ വയ്യ. ടേസ്റ്റുള്ള ഫുഡിന് നമ്മൾ അംഗീകരിച്ചേ മതിയാവുള്ളൂ. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. അല്ലെങ്കിലും മംഗലാപുരത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഫുഡിനൊന്നും ഞങ്ങൾക്ക് ചെന്നൈയിലൊക്കെ പോയപ്പോഴേ അമ്മേ നാട്ടിലെത്തിയാൽ മതി, എന്തെങ്കിലും കഴിച്ചാൽ മതിയെന്ന്. പക്ഷെ ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളി. അപ്പം ഇനി റൂമിൽ ചെന്നിട്ട് സുഖമായിട്ടൊന്ന് ഉറങ്ങണം. നാളെ രാവിലെ വീണ്ടും അമ്മയുടെ നടക്കെ പോയിട്ട് തൊഴണം. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.